ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഹാവനോ സ്റ്റോറി ടെല്ലർ. എനിക്കായി മാത്രം ഭാഗം 4 തുടരുന്നു. ബാംഗ്ലൂർ, ദ റോക്കിംഗ് സിറ്റി. ശിഖ അത്ഭുതത്തോടെ ചുറ്റും നോക്കി. അവൾക്ക് ആ നഗരത്തിനോട് വല്ലാത്തൊരു ഇഷ്ടം നോക്കി. കുഞ്ഞു കുട്ടികളെ പോലെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് കക്ഷി. അവളുടെ കാട്ടിക്കൂട്ടലുകളെല്ലാം അലക്സ് ചിരിയോടെ നോക്കിക്കൊണ്ടിരുന്നു. ബാക്കി മെമ്പേഴ്സ് എല്ലാം നേരത്തെ തന്നെ ബാംഗ്ലൂരിൽ എത്തിയിരുന്നു. പക്ഷെ ഷിഖയുടെ വീട്ടിൽ ഈ യാത്ര അവസാനം വരെ സമ്മതിക്കാതിരുന്നതിനാൽ അലക്സ് തന്നെ അവരുടെ വീട്ടിൽ പോകേണ്ടി വന്നു. ഇത്രയും വലിയൊരു കമ്പനിയുടെ ഉടമ വന്ന് അവരെ കാണുന്നതിനാൽ ആയിരിക്കണം അവസാനം അവരും സമ്മതിച്ചത്. അങ്ങനെ അവസാനം അവരെ കൊണ്ട് സമ്മതിപ്പിച്ച് അലക്സ് ഷിഖയും കൊണ്ട് വരുന്ന വഴിയാണിത്. ഷിഖ ഇടയ്ക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന അലക്സിനെ കണ്ടതും ചമ്മലോടെ അവൾ സീറ്റിലേക്ക് ചാരിയിരുന്നു. എന്തുപറ്റി? അലക്സ് പുഞ്ചിരിയോടെ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വെറുതെ. ഇഷ്ടായോ തനിക്കിവിടെയൊക്കെ? അലക്സിന്റെ ചോദ്യം കേട്ട് ഷിഖയുടെ മുഖത്ത് ചെറു പുഞ്ചിരി വിരിഞ്ഞു. ഒരുപാട് താങ്ക് യു മാം. മാം വന്നില്ലായിരുന്നെങ്കിൽ അച്ഛൻ ഉറപ്പായും എന്നെ വിടില്ലായിരുന്നു. അവൾ സന്തോഷത്തോടെ അതിൽ കൂടുതൽ നന്ദിയോടെയും പറഞ്ഞു. അതിനെന്താ, എനിക്കങ്ങനെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അലക്സ് അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു. അലക്സിനെ നോട്ടം കണ്ട് ഷിഖ ഒരു നിമിഷം സ്റ്റക്കായി. പിന്നെ അവൾ പുറത്തേക്ക് നോക്കി. അല്ല, ഇയാളുടെ വീട്ടിൽ എങ്ങനെയാണ് എല്ലാ കാര്യവും തീരുമാനിക്കുന്നത്? ആരാണ്? അലക്സ് സംശയത്തോടെ ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിച്ചു? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ ഷിഖ. എനിക്ക് അവിടെ വന്നപ്പോൾ അങ്ങനെ തോന്നി. അതാണോ? ഞങ്ങളുടെ വീട്ടിലെല്ലാം തീരുമാനിക്കുന്ന അച്ഛനാണ്, പിന്നെ ഏട്ടന്മാരും. അവർ പറയുന്നത് ഞാനും അമ്മയും കേൾക്കും. ശിഖ ഒരു തരം പുഞ്ചിരിയോടെ പറഞ്ഞു. അവളുടെ ഭാവം എന്താണെന്ന് അലക്സിന് മനസ്സിലാകുന്നില്ലായിരുന്നു. അത്രയും നേരം ചിരിയോടെ ഇരുന്ന അലക്സ് പെട്ടെന്ന് തന്നെ മൗനം പൂണ്ടു. അത് ശിഖയിൽ വേദനം തെറിച്ചുവെങ്കിലും അവരുടെ പ്രൈവസിയിൽ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കാത്തതിനാൽ അവൾ കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാരി. അങ്ങനെ ബാംഗ്ലൂരിൽ ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്റർ, ഇന്റർനാഷണൽ ലെവലിൽ ഉള്ള മോഡൽസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ നഗരം മുഴുവൻ അവിടെ അണിനിരന്നതുപോലെ തോന്നി. ഇന്ത്യയിലെ ബെസ്റ്റ് ഫാഷൻ കമ്പനീസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. തങ്ങളുടെ വർക്കുകൾ എല്ലാ ലോകത്തിനു മുന്നിൽ കാണിക്കാനുള്ള അവസരം അവർ തങ്ങളുടെ 100% നൽകാൻ തയ്യാറായി നിന്നു. അലക്സ് ഫുള്ള് പ്രോഗ്രാമിന്റെ തിരക്കിലായിരുന്നു. രാവിലെ മുതൽ അതിന്റെ ടെൻഷനിലുമായിരുന്നു. അതിനാൽ തന്നെ അവൾക്ക് ഷിഖയെ കാണാൻ സാധിച്ചില്ല. അതിൽ അലക്സ് ഒരുപാട് ഇമ്പോർട്ടൻസ് കാണിച്ചില്ല. കാരണം അവൾക്ക് മുന്നിൽ ആ നിമിഷം തന്റെ കമ്പനി മാത്രമേ ഉണ്ടായിരുന്നു. തന്റെ പോരാട്ടം അതായിരുന്നു അവളുടെ മനസ്സ് നിറയും. ആ അവസരം ഉപയോഗിക്കുന്നത് മാത്രമായിരുന്നു. വർക്ക് ചെയ്യേണ്ട ടൈമിൽ ഓരോ കമ്പനിയുടെയും മോഡൽസ് എല്ലാം അവരുടേതായ പ്രകടനം കാഴ്ചവെച്ചു. അലക്സ് എല്ലാം ശ്രദ്ധാപൂർവ്വം നോക്കി നിന്നു. അവരുടെ ഡ്രസ്സിന്റെ സ്റ്റൈൽസ് എല്ലാം ഇംപ്രസ് ചെയ്യുന്നതായിരുന്നു. ഒരു ഡിസൈനർ എന്ന തരത്തിൽ അലക്സിന്റെ കണ്ണുകൾ വസ്ത്രങ്ങളിൽ തന്നെയായിരുന്നു. മാം, തന്നെ ആരോ വിളിക്കുന്നത് കേട്ടാണ് അലക്സ് തിരിഞ്ഞു നോക്കുന്നത്. അവിടെ തന്റെ സെക്രട്ടറി നിൽക്കുന്ന കണ്ടപ്പോൾ അവൾ എന്താണെന്ന ഭാവത്തിൽ അവരെ നോക്കി. മാം, ഷിഖ എന്താണ്? അവൾ കാര്യം പറഞ്ഞതും അലക്സ് പെട്ടെന്ന് ഷിഖയുടെ അടുത്തേക്ക് ചെല്ലാനായി തയ്യാറായി. അവിടേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു തന്റെ മോഡൽസ് എല്ലാം ഒരുങ്ങി നിൽക്കുന്നത്. എന്നാൽ അതൊന്നും ആസ്വദിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല അവൾ. ദൂരെയായി ഇരിക്കുന്ന ഷിഖയുടെ ഭാഗത്തേക്ക് നോക്കി. എന്നിട്ട് അവൾക്കരികിൽ ചെന്നു. ഷിഖയുടെ തോളിൽ കൈവച്ച് അലക്സ് പതിയെ വിളിച്ചു. തന്നെ നോക്കിയ ഷിഖയുടെ മുഖം കാണവേ അലക്സിൽ വെപ്രാളം നിറഞ്ഞു. എന്തുപറ്റി? അത് അവൾ മറുപടി പറയാൻ പ്രയാസപ്പെടുന്നത് കണ്ട് അലക്സ് ചുറ്റും നോക്കി. എന്നിട്ട് അവളെ തന്റെ റൂമിലേക്ക് കൊണ്ടുപോയി. ഡോർ ലോക്ക് ചെയ്തതിനു ശേഷം തനിക്കരികിൽ തലകുനിച്ച് നിൽക്കി. ഷിഖയുടെ അടുത്ത് ചെന്ന് അവളുടെ താടി പിടിച്ചു ഉയർത്തി. എന്തുപറ്റി തനിക്ക്? അത് എനിക്കറിയില്ല മാം, പറഞ്ഞോളൂ. ഇപ്പോൾ നമ്മൾ മാത്രമല്ല ഇവിടെ ഉള്ളൂ ഷിഖ. എനിക്കറിയില്ല മാം, എനിക്ക് വോക്ക് ചെയ്യാൻ സാധിക്കില്ല.
എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഞാൻ ഞാൻ കാരണം നമ്മുടെ ടീം തോൽക്കും, എനിക്ക് ഉറപ്പാ. പറയുന്നതിനൊപ്പം തന്നെ ശിഖ കരഞ്ഞു പോയിരുന്നു. അവളുടെ മുഖത്ത് തളർന്നു നിൽക്കുന്ന ഭാവമായിരുന്നു. ഹലോ, എന്തു പറ്റി ശിഖ? ഞാൻ കണ്ട ബോൾഡ് ആൻഡ് ടാലന്റ് ആയ ശിഖ തന്നെയാണോ ഇത്? അലക്സ് അത്ഭുതത്തോടെ ചോദിച്ചു. മാം, ഞാൻ വാക്കുകൾ കിട്ടാതെ ശിഖ പതറി. ഡോ, തനിക്കറിയാവോ, ഞാൻ ഇതുവരെ ആരെയും ഇങ്ങനെ അടുപ്പിക്കാറേ ഇല്ല. പക്ഷെ തന്റെ ആറ്റിറ്റ്യൂഡ് എനിക്കിഷ്ടമായത്. ഈ ബോൾഡ്നെസ് അത് കളയരുത് അലക്സ്. ഏയ്, ഞാൻ ഇത്ര ബോൾഡ് ഒന്നുമല്ല മാം. ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. എനിക്കറിയില്ല, ഈ ഷോ ഞാൻ കാരണം. അലക്സ് വേവലാതിയുള്ള അവളുടെ സംസാരം കേട്ട് ചിരിയോടെ അവളോട് പറഞ്ഞു. തനിക്ക് എന്നെ വിശ്വാസമാണോ? അതെ, ശിഖയും മറുപടി നൽകി. ഞാൻ തോൽക്കുന്നത് തനിക്ക് ഇഷ്ടമാണ്? അല്ല മാം, എല്ലാം തന്നെ ചെയ്യും എനിക്ക് വേണ്ടി. ഈ കമ്പനി എന്റെ കഷ്ടപ്പാടാണ്. ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന് പറയാം. ഇത് ഞാൻ തനിക്ക് വേണ്ടി ചെയ്ത ഡ്രസ്സാണ്. ഇത് താൻ വോക്ക് ചെയ്യുന്നത് എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. സാറിനത് സാധിച്ചു തരില്ലേ? അത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്തുവിടോ? അലക്സ് അവളുടെ കണ്ണിൽ നോക്കി ചോദിച്ചു. ആ നോട്ടം മാത്രം മതിയായിരുന്നു ശിഖയുടെ ഉള്ളു തണുക്കാൻ. അവൾ പോലും അറിഞ്ഞു. അവൾ പതിയെ തലയാട്ടി. അത് കണ്ട് പുഞ്ചിരിയോടെ അലക്സ് അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഒരു ചെറു ചുംബനം നൽകി. ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകും. ശിഖ ഞെട്ടി നിൽക്കുകയായിരുന്നു. ഒരിക്കലും ആ ചുംബനം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ശരീരം ഫുൾ വിറയ്ക്കുന്നത് പോലെ തോന്നി അവൾക്ക്. അവൾ തന്റെ മുള്ളിനുള്ള കണ്ണാടിയിലേക്ക് തോന്നി. തന്റെ കവളുകൾ ആവശ്യത്തിൽ കുളിച്ചു നോക്കുന്നത് പുഞ്ചിരിയോടെ നോക്കി നിന്നു. ശേഷം തന്റെ നെറുക്കിൽ കൈവച്ച് ചിരിയോടെ നോക്കി നിന്നു. അങ്ങനെ സ്റ്റേജിൽ തനിക്കായുള്ള ഇരിപ്പിടത്തിൽ അലക്സ് പോയിരുന്നു. തന്റെ കമ്പനിയുടെ നെയിം അനൗൺസ് ചെയ്യുന്നതെല്ലാം അഭിമാനത്തോടെ കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ തന്റെ മോഡൽസ് എല്ലാം സ്റ്റേജിൽ വോക്ക് ചെയ്യാനായി തുടങ്ങി. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അലക്സ് തന്റെ വസ്ത്രങ്ങൾ ചെയ്തത്. ഗുജറാത്തി സ്റ്റൈൽ ലെഹങ്കാസ് ആണ് അലക്സ് ഡിസൈൻ ചെയ്തത്. തന്റെ മോഡൽസ് എല്ലാം നല്ല രീതിയിൽ വോക്ക് ചെയ്തു. ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള മ്യൂസിക്, സുന്ദരികളായ മോഡൽ എല്ലാം ആ അന്തരീക്ഷം വല്ലാതെ സുന്ദരമാക്കിയിരുന്നു. അവസാനം ഷോ ടോപ്പറായ ശിഖ വന്നു. അവളുടെ കണ്ണുകൾ അലക്സിൽ മാത്രം തങ്ങി നിന്നു. അലക്സിന്റെ ചുടിയിൽ വിരിയുന്ന പുഞ്ചിരി മാത്രം മതിയായിരുന്നു ശിഖയുടെ ഉള്ളിലെ ആത്മവിശ്വാസം കൂട്ടാൻ. അവൾ കോൺഫിഡൻസ് ആയി തന്നെ ചുവടുകൾ വെച്ചു. മുന്നിലിരിക്കുന്ന അലക്സ് മാത്രം മതിയായിരുന്നു ശിഖയ്ക്ക്. ചുറ്റുമുള്ളവർ അത്ഭുതത്തോടെ അവൾ നോക്കിയപ്പോൾ അലക്സ് മാത്രം ചിരിയോടെ നോക്കി. ശിഖ വന്ന് പോസ് ചെയ്യുമ്പോൾ അവളുടെ കണ്ണുകൾ അലക്സിൽ ഉടക്കി. അതിലുണ്ടായിരുന്നു ആ നോട്ടത്തിൽ അവളുടെ ഉള്ളിലെ എല്ലാം. തുടരുന്നു.